ഹലോ എവരിവൺ, സോളാറിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ടൂള് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. നമ്മൾ സോളാർ ഇൻസ്റ്റലേഷനിൽ ഉപയോഗിക്കാറുള്ള വൺ ഓഫ് ദ മെയിൻ ഒരു ടൂളാണ് ഈ പറഞ്ഞ മെട്രാവിയുടെ പ്രോ IM09 എന്നുള്ളത്. ഇതൊരു ഇറേഡിയൻസ് മീറ്റർ ആണ്. ഈ ഇറേഡിയൻസ് മീറ്ററിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി എന്തൊക്കെ ഡീറ്റെയിൽസ് എടുക്കാമെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും പുതിയയിലേക്ക് സ്വാഗതം. ഈ എക്യുപ്മെന്റിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസ് ഉണ്ട്. ഇതൊരു റിസീവറാണ്. ഇതാണ് ഇതിന്റെ ഡാറ്റ എടുക്കുന്നത്. നമുക്ക് ഇതിൽ എടുക്കാവുന്ന മെയിൻ ഡേറ്റാസ് എന്ന് പറയുന്നത് ഒന്ന് പാനൽ വെച്ചൊരു ഇൻക്ലിനേഷൻ. നമ്മൾ പലയിടത്തും ഇൻക്ലിനേഷൻസ് നമ്മൾ വെക്കാറുണ്ട്, ഡ്രോയിങ് പ്രകാരം കൊടുക്കാറുണ്ട്. ആ പ്രോപ്പർ ഇൻക്ലിനേഷൻ തന്നെയാണോ ഇവിടെ പാനൽസിൽ ഇപ്പോൾ ഉള്ളതെന്നുള്ളത് നമുക്ക് ഇതുവഴി ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ആ ഇൻക്ലിനേഷൻ നിൽക്കുന്ന സമയത്ത് എത്ര വാട്ട് പെർ മീറ്റർ നിലവിൽ റീഡിങ് എടുക്കുന്നുണ്ട്, അതുപോലെ പാനലിന്റെ ടെമ്പറേച്ചർ, ഇത്രയും ഡേറ്റ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പെരിഫറലിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിൽ നമ്മൾ ടെസ്റ്റ് ഇട്ടിരിക്കുകയാണ്. നിലവില് പാനലിന്റെ ഇൻക്ലിനേഷൻ കിടക്കുന്നത് 18.5 ഡിഗ്രിയിലാണ് ഇൻക്ലിനേഷൻ ടുവേർഡ്സ് സൗത്ത് കിടക്കുന്നത്. അതുപോലെ ഇപ്പോൾ കിട്ടുന്ന വാട്ട് അവർ എന്ന് പറയുന്നത് 344 വാട്ട് അവർ ആണ് നമുക്കിപ്പോൾ നിലവില് ഈ ഒരു 4 മണി സമയത്ത് ഈ എറണാകുളം ഏരിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഇതിൽ തന്നെ ഇപ്പൊ പാനലിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 38.4 ഡിഗ്രിയാണ്. ഈ ഒരു 4 മണി സമയമായിട്ടും പാനൽ ഇത്ര ഹീറ്റായി നിൽക്കുകയാണ്. കാരണം ഒരു 39 ഡിഗ്രി എന്ന് പറയാം. സോളാർ പാനലിലെ ടെമ്പറേച്ചറിന് വളരെ ഒരു വലിയ ഫാക്ടർ ഉണ്ട്. കാര്യം നമ്മുടെ IV കർവിലെ ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കർവിൽ ഡിപ്പ് ഉണ്ടാവും. നമുക്ക് പ്രോപ്പർ പീക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ പാനല് ഹീറ്റ് ആവുന്നുണ്ടോ, പാനല് നാച്ചുറൽ കൂളിംഗ് ആണ് ഉള്ളത്, പാനല് പ്രോപ്പറായിട്ട് കൂളാവുന്നുണ്ടോ, അതുപോലെ എയർ വെന്റിലേഷൻ പ്രോപ്പറായിട്ട് പാനലിലൂടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ ഹോട്ട്സ്പോട്ട്, ഏതെങ്കിലും ഒരു സെല്ല് ഡാമേജ് മൂലം ഒരു ഹോട്ട്സ്പോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പർട്ടിക്കുലർലി ആ സെല്ലിന്റെ ഏരിയയിൽ മാത്രം ഇത്തിരി ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ നമുക്ക് അതെല്ലാം ഇത് വെച്ചിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടത് മെട്രാവി പ്രോ എന്നുള്ള IM07 എന്നുള്ള ഒരു ഇറേഡിയൻസ് മീറ്റർ ആണ്. നമുക്ക് നോർമലി കേരളത്തിൽ ഒരു മീറ്റർ സ്ക്വയറിൽ കിട്ടുക ഒരു 700-750 വാട്ടാണ് റേഡിയൻസ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. എന്ന് വെച്ചാൽ സൂര്യനിൽ നിന്ന് കിട്ടുന്നത് 740 വാട്ട് പെർ മീറ്റർ സ്ക്വയറിൽ നമുക്ക് ഒരു ഏരിയയിൽ കിട്ടും. അപ്പോൾ അത് നമുക്ക് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുക. ഇത് മെയിനായിട്ട് നമുക്ക് ഷെയ്ഡുള്ള ഏരിയാസിലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം എത്ര വാട്ട് നമുക്ക് അവിടെ ഔട്ട്പുട്ട് ചെയ്യാൻ സാധ്യത നമുക്ക് ഇതുവഴി അനലൈസ് ചെയ്യാൻ സാധിക്കും. അറൗണ്ട് ഒരു 11,000-12,000 രൂപ എടുത്ത് ഇതിന്റെ കോസ്റ്റ് വരും. താല്പര്യമുള്ളവർക്ക് മേടിക്കാൻ ഞാൻ താഴെ ലിങ്ക് ഇട്ടേക്കാം. കാര്യം ഇത് ഒരു നെസസറി എക്യുപ്മെന്റ് അല്ല, നമുക്കൊരു ടെസ്റ്റ് പാരാമീറ്റേഴ്സ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡിവൈസ് ആണിത്. അപ്പോൾ ഈ ഒരു ഡിവൈസ് നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ടെക് കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. ദിസ് ഇസ് അഖിൽ സൈനിങ് ഓഫ് ഫ്രം സോളാർ. താങ്ക് യു.